മനസ്സിലാവും എൻ്റെ അക്കൗണ്ട് വെരിഫൈഡ് ആണോ. എൻ്റെ അക്കൗണ്ട് വെരിഫൈഡ് അല്ല, ഞാൻ ചുമ്മാ 5000 രൂപ കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. എൻ്റെ അക്കൗണ്ട് എടുത്തു തന്നതിനുള്ള പൈസ എന്ന് പറയുമ്പം അതിൻ്റെ 1 വർഷം മുന്നേ ഉള്ള കാര്യമാണ്. മനസ്സിലായി? ഇത് 1 വർഷം എന്ന് പറഞ്ഞാൽ മെയ് ഏണ്ടാണ്, ഇന്നിപ്പം എന്ന് പറഞ്ഞാൽ നവംബറാണ്. ഇത്രയും നാൾ മുന്നത്തെ സംഭവമാണ്. മനസ്സിലായോ? ഈ സംഭവം എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഈ സ്റ്റോറി ഞാൻ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു പ്രമോഷൻ സ്റ്റോറി ഞാൻ വെറുതെ ഇട്ട ആർക്കെങ്കിലും കൊടുക്കുമെന്ന്? ഞാനൊരു പ്രമോഷൻ സ്റ്റോറി ഇടുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു പ്രമോഷൻ സ്റ്റോറിയോ കാര്യങ്ങളോ എന്തെങ്കിലും ഞാൻ ഇടുന്ന കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അന്ന് എന്തോ ഒരു ടോക്ക് വന്നായിരുന്നു, എന്തോ സ്റ്റോറി ഇട്ടാൽ മതിയോ അങ്ങനെ ഒരു ടോക്ക് വന്നിട്ടാണ് ഞാൻ ഈ സ്റ്റോറി ഇട്ട് കൊടുക്കണം എന്നത് കാര്യം. അതിനകത്ത് ഞാൻ പ്രമോഷൻ രീതിയിലാണ് ഞാൻ സ്റ്റോറി ഇട്ട് കൊടുത്തേക്കണേ. പ്ലസ് 20,000 ലിങ്കുകൾക്കാണ് ആ അക്കൗണ്ടിൽ വന്നേക്കണേ, അവന്മാരുടെ ഈ വർക്ക് എടുക്കുന്ന അക്കൗണ്ടിൽ. അതിലൊരു 50 പേരെങ്കിലും എന്തെങ്കിലും ചെറിയ ചെറിയ വർക്കിന് എന്തായാലും അവനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അവന്മാർ ഈ വർക്കിന് 5000 രൂപയാണ് പറഞ്ഞേക്കണം മേടിക്കണം. മനസ്സിലായ? ഒരു ഇതിന് ഇതുപോലത്തെ ബാനായി പോകുന്ന ആൾക്കാരിൽ നിന്ന് 5000 രൂപ സംതിങ് ആണ് മേടിക്കണത്. എന്തായാലും ഒരു 1000 രൂപ വെച്ച് മേടിച്ചാലും ഇത്ര രൂപയാണ് എന്തായാലും ആവും. അപ്പം ഞാൻ സ്റ്റോറി ഇട്ടതിന് പകരം പ്ലസ് ഞാൻ പൈസ കൊടുക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഞാൻ പ്ലസ് പൈസ കൊടുക്കാൻ? പിന്നെ ഇവൻ ഈ പൈസേൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല. ഈ പൈസേൻ്റെ കാര്യം എന്നോട് പറയണത് സെപ്റ്റംബർ ആണ്. മനസ്സിലായോ? സെപ്റ്റംബർ ടൈമിലാണ് ഞാൻ പറഞ്ഞേക്കണേ. അപ്പം ഞാൻ അവനോട് പറഞ്ഞ റിപ്ലൈ എന്ന് പറഞ്ഞാൽ വാട്സപ്പിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, എടാ അതൊന്ന് സ്റ്റോറി ഇട്ട് ഒതുക്കി തീർത്താണ്, നീ വീണ്ടും കണക്ക് പറഞ്ഞിട്ട് വരല്ലേ, വിട്ടോളാൻ പറഞ്ഞ് അങ്ങനെ ഞാൻ അന്ന് ഒഴിവാക്കി വിട്ടാണ്. മനസ്സിലായ? പിന്നെ ഇപ്പം ഞാൻ സ്റ്റോറി, ഇപ്പം എൻ്റെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഇത്ര ആൾക്കാർ കാണുന്നതാണ്. ഇത്രയും നിങ്ങൾക്ക് അറിയാലോ, നിങ്ങളെല്ലാവരും ഫോളോവറാണ്, അപ്പം നിങ്ങളെല്ലാവരും കാണുന്നതാണ്. ഇപ്പം ഇതിലൂടെ എന്തായാലും യുവന്മാർക്കും പരസ്യം പോലെ ഒരു ഇതാണ് പോകണം. മനസ്സിലായ? അപ്പം യുവന്മാർക്ക് വർക്ക് കിട്ടും. വെറുതെ ഞാൻ സ്റ്റോറി ഇട്ട് കൊടുക്കാം ഇവൻ ആരെൻ്റെ എന്തെങ്കിലും ആരെങ്കിലും ആണ് ഇവൻ എൻ്റെ ആരും ഇവൻ എൻ്റെ ആരുമല്ല. മനസ്സിലായി? ആകെ ചെറിയൊരു പരിചയമുണ്ട്. വീട്ടിൽ വന്നിട്ടുണ്ട്, ഒരു പ്രാവശ്യം ഉച്ചയ്ക്ക് വന്നിട്ടുണ്ട്. കാശിയുടെ ഒരു കളിപ്പാട്ടത്തിൻ്റെ എന്തോ ഒരു പ്രൊമോഷൻ ചെയ്തതിൻ്റെ കാര്യത്തിൽ കളിവുണ്ട്. നമ്മളത് ചെയ്തൊന്നുമില്ലായിരുന്നു, പക്ഷെ ഷോപ്പിൽ പോയി നോക്കിയായിരുന്നു. നമ്മൾ ചെയ്തൊന്നുമില്ല. അന്ന് ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് ഫുഡും കാര്യങ്ങളെല്ലാം കഴിച്ചിട്ടാണ് ഇവൻ പോയത്. മനസ്സിലായോ? അന്ന് ഫുഡൊക്കെ കഴിച്ചെന്ന് തോന്നുന്നുണ്ടായിരുന്നു, ഓർമ്മയില്ല, ഇത്രയും നാളായി. മനസ്സിലായോ? ഇവൻ അങ്ങനെ മാത്രമുള്ള പരിചയമുള്ളൂ. മനസ്സിലായോ? ആകെ 5K ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അക്കൗണ്ട് വെരിഫൈഡ് ആക്കണേന്നാണ്. പക്ഷേ ഈ അടുത്ത് സെപ്റ്റംബറോ എന്നോ ഞാൻ അവനോട് കോൺടാക്ട് ആക്കിയപ്പോൾ ഇവൻ പറഞ്ഞതെന്നറിയോ? 5K അല്ല 15K ആണ്, 15,000 രൂപയാണ് വെരിഫൈഡ് ആക്കണേന്. അന്ന് ഇവൻ 5K പറഞ്ഞു, ഇന്ന് ഇവൻ അത് 15,000 രൂപ പറഞ്ഞു. ഇവന്മാരുടെ വർക്ക് ചെയ്ത് കൊടുക്കുന്നവന്മാർ പറഞ്ഞേക്കണ എത്ര രൂപയാണ്? 5 രൂപയാണ് ഇവന്മാർ പറയണം. മനസ്സിലായ? അവന്മാർ വെളിയിലുള്ള ആൾക്കാർക്ക് എല്ലാം ചെയ്ത് കൊടുക്കണം. 5 രൂപയ്ക്കാണ് ഇവന്മാർ ചെയ്ത് കൊടുക്കണത്. 5K എടുക്കാനില്ലാത്ത നീയാണ് 2 ലാഖ് ബെറ്റ് വെക്കാൻ പോണേ. ഞാൻ 5K എന്തിനാണ് വെറുതെ ഓരോ കണ്ട കുണ്ണകൾക്കൊക്കെ ഞാൻ വെറുതെ കൊണ്ട് 5K കൊടുക്കണം? അവൻ എനിക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ചതുപോലുള്ള സാധനം ഞാൻ തിരിച്ച് അവന് ചെയ്ത് കൊടുക്കണം. മനസ്സിലായ? പിന്നെ പൈസ ചോദിക്കണമെന്നുണ്ടെങ്കിൽ അവൻ അന്ന് ചോദിക്കണം. മനസ്സിലായ? അന്ന് ചോദിക്കണം. 5K അല്ല, പൈസ ചോദിക്കണ്ടെങ്കിൽ അന്ന് ചോദിക്കണം. ഇല്ല സ്റ്റോറി ഇടണ്ട, പൈസ മതി എന്നുള്ള കാര്യം അന്ന് ചോദിക്കണം. അപ്പം ചെയ്യണം. അല്ലാണ്ട് 6 മാസം 7 മാസം കഴിഞ്ഞ് വന്നല്ല എന്നോട് അന്ന് ചെയ്തതിൻ്റെ വർക്കിൻ്റെ പൈസ ചോദിക്കണ്ട. മനസ്സിലായ? അതെന്ത് മൂഞ്ചിത്തരം ഇത് നടക്കണ പരിപാടിയൊന്നുമില്ല. മനസ്സിലായി? ഇത്രയേ ഉള്ളൂ. ഇത് പറയാൻ വേണ്ടിയാണ്. തൊപ്പി ഇന്നലെ എന്ന് പറഞ്ഞാൽ തൊപ്പി ബൈ മിസ്റ്റേക്കിൽ ഈ കാര്യം ലൈവിൽ പറഞ്ഞു. അത് അവൻ പറഞ്ഞു, സോറിയും കാര്യങ്ങളും പറഞ്ഞു, അത് ഒഴിവായി. മനസ്സിലായ? അതെങ്ങനെയോ ഒരു രീതിയിൽ ഓൾറെഡി തൊപ്പി പറയണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ പറഞ്ഞിട്ടുള്ളതുകൊണ്ടായിരിക്കും തൊപ്പി പറഞ്ഞേക്കണം. മനസ്സിലായോ? അല്ലാണ്ട് എന്തായാലും തൊപ്പി പറയത്തില്ലായിരിക്കുമല്ലോ. ഇവ നമ്മൾക്ക് സായിപ്പ് മറ്റേ വർക്കിന്റെ പൈസ വരാണ്ടായിരിക്കും, അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇത് പറഞ്ഞത്. ഈ സ്റ്റോറി ഇട്ട കാര്യം എന്തുകൊണ്ട് ഇവൻ പറഞ്ഞിട്ടില്ല എന്നാ? എടാ തൊപ്പിനെ അടിച്ച് തൊപ്പിയടാ. ഞങ്ങള് ഇന്നലെ കളിച്ചപ്പോൾ കുറെ ആൾക്കാർ പറഞ്ഞു ഞാൻ തൊപ്പിനെ ചുമ്മാ അല്ലാണ്ട് ഇങ്ങനെ കളിയാക്കിയത്. ഇത് ഞങ്ങൾ ഗെയിം കളിക്കണേ. മനസ്സിലായോ? ഈ ഗെയിം കളിക്കുമ്പോൾ ഗെയിമിന്റെ സ്പിരിറ്റിൽ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ടോക്കുണ്ട്. മനസ്സിലായോ? ഇത് റിയൽ ലൈഫിലൊന്നും ഇല്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. റിവ്യൂവിൽ ആവുമ്പോഴേക്കും എന്നടാ അല്ലെങ്കിൽ മുത്തുമണി എന്നടാ അങ്ങനെയുള്ള ഇതേ ഉള്ളൂ. മനസ്സിലായോ? നമ്മൾ ഈ ലൈവിൽ വരുമ്പോൾ മാത്രമേ ഉള്ളൂ. എപ്പോഴും വന്നിട്ട് ചുമ്മാ അല്ലെങ്കിൽ വാ കളിക്കാം, ഓക്കെ, അങ്ങനെയല്ല. നമ്മൾ ലൈവിൽ കളിക്കുമ്പോൾ പോയിന്റ് ഒരു സ്പിരിറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ടോക്ക് ചെയ്യും. മനസ്സിലായോ? ആ ഒരു ടോക്കിൽ രീതിയിൽ ഞാൻ അവനെ കളിയാക്കലും കാര്യങ്ങളൊക്കെ ഉള്ളൂ. മനസ്സിലായോ? അല്ലാണ്ട് ഇത് കഴിഞ്ഞാൽ കളിയാക്കലോ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. മനസ്സിലായോ? ട്രിഗറാണ് ഓരോന്ന് പറഞ്ഞാണ് എല്ലാവരും. ട്രിഗറാണ് ഓരോന്ന് പറഞ്ഞതിൻ്റെ അല്ലടാ, അവൻ ഒരു ഇതിട്ടായിട്ട് തിരിച്ചുള്ള ഇതെന്തോ. ആദ്യമേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ. എൻ്റെ ഒരു വർക്കിന് ഇവന്മാർക്ക് 5000 രൂപയാണ് കിട്ടണേ. ഞാൻ പൈസ കൊടുത്തിട്ടില്ല, അതിന് വരെ സ്റ്റോറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്നാലും പോട്ടെ. വേറെ ആൾക്കാർ ഇവന്മാരെ കോൺടാക്ട് ചെയ്യുമ്പോൾ 5000 രൂപ ആയിരിക്കും ഇവന്മാർക്ക് കൊടുക്കണത്. നിങ്ങളൊന്ന് ആലോചിക്കണം.
അവന്മാർ ഒരു മാസം പണിയെടുത്തിട്ട് അവന്മാർക്ക് കൊടുക്കണം 5000 രൂപയാണ്. മനസ്സിലായ? ബാക്കി മാര് 3 മാസം പണി ചെയ്തിട്ട് 2 മാസം പൈസ ഇവൻ കൊടുത്തിട്ടുമില്ല. മനസ്സിലായ? അതൊക്കെ മൂഞ്ചിത്തരം എന്ന് പറഞ്ഞാൽ മൂഞ്ചിത്തരമാണ് ഉള്ളത് പറയാലോ. അണ്ണ സ്കാമറാണ് മുത്ത. ഞാൻ അങ്ങനത്തെ പരിപാടി കാണിക്കാറില്ല. മനസ്സിലായ? ഈ 5000 രൂപയുടെ പല പോട്ടെ, ഒരു 5-10 ലക്ഷം രൂപയുടെ കേസ് വല്ലതൊക്കെ വരുമായിരുന്നെങ്കിൽ ഓക്കെ, എന്തെങ്കിലുമൊക്കെ ഇത് വന്നു. ഈ 5000 രൂപയുടെ ഈ തീട്ട കേസൊക്കെ വെച്ചിട്ട് എൻ്റെ അടുത്ത് വരല്ല നിങ്ങൾ. പരിപാടിയാണ് ഉള്ളത് പറയാം. ബ്രോ സ്റ്റോറി ഇട്ടേന് പൈസ വാങ്ങും. ഞാൻ പറയണല്ലോ ഇവന്മാരുടെ ഗൈസ്, ഞാൻ 5000 രൂപ അവന്മാർക്ക് കൊടുക്കാം. ഞാൻ ഇപ്പം വേണം 5000 രൂപ അയച്ചു കൊടുത്തേക്കാം. എൻ്റെ ഒരു സ്റ്റോറി ഇട്ടേന് 2 ലക്ഷം ആൾക്കാർ കാണുന്ന സ്റ്റോറിയാണ്. അവിടെ എന്നായിരുന്നു ഒരു 2 ലക്ഷം ആൾക്കാർ സ്റ്റോറി, ഒരു 10 രൂപ എന്തായാലും മേടിക്കും. പ്രമോഷനാണ്, 10 മേടിക്കായിരിക്കും. എന്നാലും ഒരു 10 രൂപ മേടിച്ചേക്കാം. ഒരു 5 രൂപ അവൻ ഇങ്ങോട്ടേക്ക് തരാനുണ്ട് എന്തായാലും. ഞാൻ 5 രൂപ അയക്കാം, അവൻ തിരിച്ച് 10 രൂപ ഇങ്ങോട്ടേക്ക് അയച്ചേക്കാം. അതും ക്ലോസ്, പ്രശ്നം ക്ലോസ് ആയി വിട്ടു. മനസ്സിലായോ? ഓക്കെ ആണോ? പക്ഷെ അന്ന് ഗൈസ് ഞാൻ ഈ സ്റ്റോറി ഇട്ട് കഴിഞ്ഞ് എനിക്ക് ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. സംഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മയിൽ എനിക്ക് ആരാണ്ട് ഒരു 2-3 പേര് ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇന്നമോണക്ക് ഈ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇവന്മാർ ശരിയാക്കാൻ, ഇവന്മാർക്ക് വർക്ക് തുടങ്ങണമെങ്കിൽ ഇവന്മാർക്ക് പൈസ കൊടുക്കണം. പൈസ കൊടുത്താൽ മാത്രമേ ഈ ആദ്യമൊക്കെ വർക്ക് സ്റ്റാർട്ട് ആക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പൈസ മേടിച്ചിട്ട് അവന്മാരുടെ അക്കൗണ്ട് ആയതുകൊണ്ട്, അല്ലാണ്ട് ഇവന്മാർ വർക്ക് ചെയ്യാണ്ട് തിരിച്ച് കിട്ടിക്കഴിഞ്ഞപ്പം പൈസ തിരിച്ചു കൊടുക്കുന്നില്ല. അങ്ങനെ എന്തൊരു ടോക്ക് ആയിട്ട് അന്ന് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യണ്ട. അന്ന് എന്തോ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന്. പക്ഷെ ഞാനത് ഇതിൻ്റെ ഇതിൽ വിട്ടുപോയെന്ന് തോന്നുന്നുണ്ടെന്ന് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. 5K അല്ല 1 lakh ആണ്. എടാ വർക്ക് ചെയ്യുന്നവന്മാർ 5K ആണ് മേടിക്കണം. പിന്നെ ഇവൻ എങ്ങനെ 1 lakh കൊടുക്കണത്? ഇവൻ ആര് 1 lakh കൊടുക്കാൻ വേണ്ടി? ഞാൻ വിളിച്ച് ചോദിച്ചത്. ഫസ്റ്റ് കോൾ റെക്കോർഡ് ഉണ്ട്, അത് വേണമെന്ന് കേട്ട് നോക്ക്, അറിയാൻ പറ്റും. ഇത്രയും പ്രായം ഇത്ര ഉണ്ടെങ്കിൽ അത് തൊപ്പി പറഞ്ഞ് മനസ്സിലാക്കണം. മനസ്സിലായി? ഇങ്ങനെ ഓരോ ബിസിനസ് തിരിക്കുമ്പോൾ തൊപ്പി അത് പറഞ്ഞ് മനസ്സിലാക്കി അത് ക്ലിയർ ആക്കി കാര്യം വിടണ്ടാണ്. മനസ്സിലായോ? അല്ലാണ്ട് സ്കാമർസ് ആയപ്പോൾ വിളിച്ചോ ഒരു കുഴപ്പമില്ല. മനസ്സിലായോ? കറക്റ്റ് കൃത്യമായിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആരെ ഇവിടെ സ്കാം കാണിച്ചതും എല്ലാ പരിപാടിയും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനി അതിൻ്റെ പേരിൽ ടോക്കോ കാര്യങ്ങളൊന്നും ഇല്ല. മനസ്സിലായോ? ഇന്നലെ സത്യം പറഞ്ഞാൽ ഇവന്മാരെന്നെ വിളിച്ച് ഈ പ്രശ്നം തീർത്താണ്. പക്ഷെ ഞാൻ ഇന്ന് മറ്റവന്മാരെ വിളിച്ചപ്പോഴാണ് മറ്റവന്മാരാണ് പറഞ്ഞത് ഇന്നോണൊക്കെ 2 മാസം പൈസ ഇവന്മാരെ തന്നിട്ടില്ല, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. മനസ്സിലായോ? വെരിഫൈ ആക്കാൻ 5K ആണ് ഗൈസ്. എന്നാ വെരിഫൈ ആക്കുന്ന ഇന്നലത്തെ ഒരു ചാറ്റ് കണ്ടില്ല ഗൈസ്? ആ ചാറ്റ് എന്ന് പറഞ്ഞാൽ വെരിഫൈഡ് ആക്കാം. ഞാൻ ആ ചാറ്റ് വേണം ഒന്നുകൂടെ കാണിച്ചു തരാം നിങ്ങൾക്ക് വേണമെങ്കിൽ. അത് ഞാൻ അന്ന് ആ വെരിഫൈഡ് ആക്കുന്ന ടൈമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എടാ ഇപ്പം എൻ്റെ പൈസ ഇല്ല, ഞാൻ 3K ഇപ്പം അയക്കാം, അത് കഴിഞ്ഞ് 2K അയക്കാം. അത് വെരിഫൈഡ് ആക്കണേന്. മനസ്സിലായ? ഓരോരുത്തനും ഒരുത്തൻ മറ്റേ അവൻ്റെ വർക്ക്, അവൻ്റെ ബിസിനസ്സിന് ഞാൻ വെറുതെ പ്രൊമോഷൻ ഇട്ട് കൊടുക്കണം. ഇവൻ ആരെൻ്റെ പ്രൊമോഷൻ ഇട്ട് കൊടുക്കാൻ വേണ്ടി? അവന് അതിലും വലിയ പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി അവിടെ ആളുണ്ടായിരിക്കും. തൊപ്പിയുണ്ട്. തൊപ്പി ഇന്നലെ പറയുന്നതായിട്ട് എന്തായാലും എന്നെക്കാളും മറ്റേ റീച്ചും കാര്യങ്ങളൊക്കെ തൊപ്പിക്കുണ്ട്. തൊപ്പി സ്റ്റോറി ഇടുമായിരിക്കും. അപ്പം നമ്മുടെ സ്റ്റോറിക്ക് വിലയില്ല. അതാണ് ഞാൻ ചോദിക്കണത്. അങ്ങനൊന്നും ഇല്ല മുത്ത. മനസ്സിലായോ? അവിടെ കഴിഞ്ഞ കാര്യം കഴിഞ്ഞു. മനസ്സിലായി? ഇനി ഇതിനെക്കുറിച്ച് ടോക്കോ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാൻ വേണ്ടി പോകണമെന്നില്ല. വേറെ